മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഇങ്ങനെ കാണുന്ന സമയത്ത് വാവ് എന്നല്ല പറയണത്, പടച്ചോനെ നീ ഉണ്ടാക്കിയതാണല്ലോ ഈ വ്യൂ പോയിന്റ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, മാഷാ അല്ലാഹ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിന അദാബന്നാർ. അതാണ് വ്യൂ പോയിന്റ് മഖാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റ് മഖാം നമ്മൾ കാണും, വെള്ളച്ചാട്ട മഖാം കാണും, പാറപ്പുറം മഖാം കാണും, കടൽ തീരം മഖാം കാണും, തിരമാല, എല്ലാത്തിലും അല്ലാഹുവിലേക്ക് എത്തുന്ന ഒരു പോയിന്റ് നമ്മൾ അവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ചെറുപ്പക്കാരെ കൊണ്ട് യാത്ര പോകും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ യാത്ര പോയപ്പോൾ ഞങ്ങൾ കൊടൈക്കനാലിൽ പോയി. കൊടൈക്കനാലിൽ ഞങ്ങൾ റൂം എടുത്തു. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂം നമ്മൾ കിട്ടി. ആ റൂം എടുത്ത ഉടനെ അവിടെ ഒരാൾ വന്നിട്ട് ചോദിച്ചെന്താണെന്നറിയോ, നിങ്ങൾക്ക് ഏത് ഐറ്റംസ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് ഏത് ഐറ്റംസാണ് വേണ്ടതെന്ന് ചോദിച്ചു. എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. പെണ്ണ് വേണമെങ്കിൽ പെണ്ണ് റെഡിയാണ്, MDMA ആണെങ്കിൽ അത് റെഡിയാണ്, ഇനി കള്ളിന്റെ വ്യത്യസ്തമായ ഐറ്റംസ് ആണെങ്കിൽ അത്. എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഞാൻ അയാളോട് പറഞ്ഞു, ദയവായി മലയാളികളായ ആളുകൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ദയവായി ഇങ്ങനെ ചോദിക്കരുത്, താല്പര്യമില്ലാത്ത ആളുകൾ പോലും ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഏത് നാട്ടുകാരനാണ്, ഇവിടെ മലയാളികൾ വരുന്നത് തന്നെ ഇതിനാണ്. വലിയ സങ്കടമായി. നമ്മുടെ കുട്ടികൾ റൈഡ് പോകുന്ന സ്ഥലമാണിതെല്ലാം. എല്ലാ കുട്ടികളും റൈഡ് പോകുന്നവരിങ്ങനെയാണെന്ന് തെറ്റിദ്ധരിക്കല്ല, ജനറലൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്ക്, ഇവിടെ മലയാളികൾ വരുന്നത് തന്നെ ഇതിനാണ്. അതുകൊണ്ടല്ലേ അദ്ദേഹം ഞങ്ങൾ വന്നപ്പോൾ ചോദിച്ചത്. ഇങ്ങനെ യാത്ര പോകുന്ന സമയങ്ങളിൽ ഇവർ ഇതൊന്നും ഉപയോഗിക്കുന്ന ആളുകളൊന്നും അല്ല, പല നല്ലവരാണ്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും മോശമൊന്നുമല്ല. ഇവർ ഏതോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ MDMA ഒന്നും അടിക്കില്ല എന്ന് പറയുമ്പോൾ, പിന്നെ നീ ഒരു വലിയ തങ്ങളൊക്കെ ആണല്ലോ, നീ വലിയ പണ്ഡിതനാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അവിടെ ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കണമെന്ന് പറയുമ്പോൾ ഈ ചെറുപ്പക്കാരായ ആളുകൾ ഇവനെ മൂപ്പിക്കും, കൊമ്പത്ത് കയറ്റും. അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു തരാനായിട്ട് ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്.